എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പ്രണയത്തെ പറ്റിയാണ് കേട്ടോ. പ്രണയം വളരെ മനോഹരമായൊരു വാക്കാണല്ലേ. മനോഹരം ഉള്ള ഒരു വാക്ക് മാത്രമല്ല, അത് പ്രണയം ഒരു മനോഹരം തന്നെയാണ്. പക്ഷേ അത് പ്രണയിക്കുമ്പോൾ മാത്രം. കപട പ്രണയമാണെങ്കിലോ അതൊട്ടും മനോഹരമാകുകയില്ല. പിന്നീട് അത് ദുഃഖിക്കേണ്ടി വരും. പ്രണയം പല വിധത്തിലുണ്ട്. പ്രണയം ആത്മാർത്ഥമാണെങ്കിൽ അത് സുന്ദരമാണ്. പ്രണയം ഒരു ചതിയാണെങ്കിലോ അത് അപകടവുമാണ്. ശരിയല്ലേ? നിങ്ങളിൽ പലർക്കും അതറിയാമായിരിക്കുമല്ലോ. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. പ്രണയം കവികളൊക്കെ കവിതയിലും കഥയിലും ഒക്കെ എഴുതുന്നത് പോലെ പ്രണയം വളരെ സുന്ദരമാണ്. അത് അനന്തമാണ്, അജ്ഞാതമാണ്. പ്രണയത്തിന് അങ്ങനെ ഒരുപാട് വർണ്ണനകളുണ്ട് അല്ലേ? ഇത് ഞാനൊരു സാധാരണ ഒരു വീട്ടമ്മയാണ്. എൻ്റെ വാക്കുകളിൽ ഒരുപാട് സാഹിത്യമൊന്നും കാണില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് സത്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങളിതെല്ലാം മുഴുവനായി കേൾക്കണം. എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളിൽ ആരെങ്കിലും പ്രണയിക്കാത്തവരായിട്ടുണ്ടോ? ആരും തന്നെ ഉണ്ടാകില്ല. എല്ലാവരുടെ ഉള്ളിലും എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാകും. ഇപ്പോൾ ഞാനിത് പറയുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മളെ പ്രണയിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രണയിച്ച ആരുടെയെങ്കിലുമൊക്കെ മുഖം കടന്നു വന്നിട്ടുണ്ടാകില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. അതാണ് പ്രണയത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ പ്രണയിക്കുന്നവർ എത്ര കാലം കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും അത് ആ പ്രണയം എപ്പോഴും അവരുടെ മനസ്സിൽ എന്നും ഒരു ഓർമ്മയായിരിക്കും. സുന്ദരമായൊരു ഓർമ്മ. ആ ഓർമ്മ ആരിലും ഒരിക്കലും നശിച്ചു പോവുകയുമില്ല. ഇന്നത്തെ തലമുറ പ്രണയത്തെ വെറും ഒരു തമാശയായി മാത്രമാണ് കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാവർക്കും അറിയാം അതൊരു നേരമ്പോക്ക് മാത്രമാണ് അവർക്ക്. ആരും അത് ജീവിതത്തിലേക്ക് പ്രണയത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർ വളരെ കുറവാണ്. അങ്ങനെ ജീവിതത്തിലേക്കും ആ പ്രണയത്തെ കൊണ്ടുവന്ന് ആത്മാർത്ഥതയോടെ പ്രണയിക്കുന്ന ഒരുപാട് പ്രണയിനികളും ഉണ്ട് കേട്ടോ. അവർക്കെല്ലാവർക്കും എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ആ കൂടെ ഞാൻ പറയട്ടെ, പ്രണയത്തിൻ്റെ തുടക്കകാലം ഒരുപാട് സുന്ദരമായിരിക്കും അല്ലേ? നിങ്ങൾക്കും അറിയാം, പ്രണയിച്ചിട്ടുള്ള എല്ലാവർക്കും അതറിയാം. പ്രണയം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനും ഒക്കെ സമയം കണ്ടെത്തുന്നു. പ്രണയിക്കുന്നവരേക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു. അവരോട് സംസാരിക്കുന്ന നിമിഷങ്ങൾ ഒരുപാട് സന്തോഷകരമായി തോന്നുന്നു. എല്ലാം ശരി തന്നെ. പക്ഷേ എത്രത്തോളം എത്ര കാലത്തോളം ആ സന്തോഷം അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നുള്ളതാണ് ചിന്തിക്കേണ്ട കാര്യം. അത് ആത്മാർത്ഥമായൊരു പ്രണയമാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് എന്നും ആ ആളുടെ ആ വ്യക്തികൾ പ്രണയിക്കുന്ന ആ വ്യക്തികൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരുടെ മനസ്സിൽ ആ പ്രണയം എന്നും അതുപോലെ തന്നെ ഉണ്ടാകും. സന്ദർഭത്തിനനുസരിച്ചും തിരക്കുകളുടെ കാര്യങ്ങൾ പറഞ്ഞും ഒക്കെ നിങ്ങളുടെ പ്രണയം അവോയ്ഡ് ചെയ്യപ്പെടുന്നുണ്ടോ? നിങ്ങളെ പ്രണയിക്കുന്നയാൾ ആണായാലും പെണ്ണായാലും അവർക്ക് തിരക്കാണ്, അതല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അവർക്ക് വേറെ എന്തെങ്കിലും ടെൻഷനുകളാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് സംസാരിക്കാൻ ആ പഴയ താല്പര്യം കാണിക്കുന്നില്ലേ? ഒരിക്കലും അവർ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ പ്രണയിക്കുന്നുണ്ടാവില്ല. അവരുടെ മനസ്സിൽ പ്രണയമില്ല. പ്രണയമുള്ളവർ ഏത് തിരക്കിലും ഏത് ടെൻഷൻ വരുമ്പോഴും ഒക്കെ പ്രണയിക്കുന്നവരെയാണ് അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തേണ്ടത്. ശരിയല്ലേ? എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഒരാൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ, അതായത് ഇപ്പോൾ പ്രണയത്തിൻ്റെ കുറേ നാളുകൾ വളരെ സുന്ദരമായിരുന്നു, നല്ല രീതിക്ക് നിങ്ങളെ പ്രണയിക്കുന്നു, എപ്പോഴും നിങ്ങളെ വിളിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നയാൾ പിന്നീട് കാലക്രമേണ ആ സ്നേഹത്തിൽ മാറ്റം വരുന്നുണ്ട് എങ്കിൽ ആ വ്യക്തി ഒരിക്കലും, അതിപ്പോൾ വിവാഹത്തിന് മുമ്പായാലും ഇന്നിപ്പോൾ വിവാഹം കഴിഞ്ഞവരിലും ഒക്കെ പ്രണയം ഒരുപാട് നടന്നു പോകുന്ന ഒരു സംഭവമാണ്. അതെല്ലാവർക്കും അറിയാം. ആരിലായാലും ഏത് പ്രായത്തിലുള്ളവരിലായാൽ കൂടിയും ഈ പ്രണയം ഒരിക്കലും ശാശ്വതമായിരിക്കില്ല. ആ പ്രണയിക്കുന്ന വ്യക്തി ഒരിക്കലും നിങ്ങളെ പ്രണയിക്കുന്നുണ്ടാവില്ല. ആത്മാർത്ഥ പ്രണയം ഒരിക്കലും നശിച്ചു പോകില്ല. തീർച്ചയായും അത് വളരെ സത്യമായൊരു കാര്യമാണ്. അതല്ലാതെ മറ്റെന്തിനൊക്കെയോ വേണ്ടിയാണ് നിങ്ങളെ അവർ പ്രണയിച്ചിരുന്നതെങ്കിൽ ആ പ്രണയം അതാണ് തിരക്കുകളിലും ടെൻഷനുകളിലും ഓരോരോ കാരണങ്ങളുടെ പേരിൽ നിങ്ങളെ അവർ മാറ്റി നിർത്തുന്നത്. അങ്ങനെ മാറ്റി നിർത്താതെ എപ്പോഴും ഒരേപോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങളൊരിക്കലും കൈവിട്ട് കളയാതിരിക്കുക. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും എൻ്റെ ചാനൽ സബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം.